റിയാദിലുണ്ടല്ലോ പിന്നെ തണുത്ത കാറ്റ് അങ്ങോട്ട് വീശി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ കഴിക്കാൻ പറ്റിയേ നല്ല ആവി പറക്കണ ചീസ് വലിയണ ഒരു ചിക്കൻ മോമോസ് റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കുക്കറിലിട്ടൊന്ന് അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ ചിക്കന് വേവിക്കാണ്ട് ചേർക്കണം എന്നാണ്, പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കൊന്നുമില്ല. ഈ വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഈ ഒരു കുന്ത്രണ്ടൊക്കെ വെച്ചിട്ടേ നല്ലോണം ഒന്ന് ചിക്കി എടുക്കാൻ നോക്കിയതാണ്. എവിടെ നമ്മളെ കൊണ്ട് ഇതൊന്നും നടക്കൊന്നുമില്ല. ഞാനിത് നേരെ മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയിട്ടേ ഒന്നങ്ങോട്ട് കറക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ ചെറുതാക്കി അരിഞ്ഞ ഒരു പകുതി സവാളയും ചെറിയൊരു ക്യാരറ്റും പിന്നെ ഒരു 2 പച്ചമുളകും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയില നമ്മൾ ഇഷ്ടത്തിനുള്ള മൊസറല്ല ചീസും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകിൻ്റെ പൊടിയോട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മുടെ ആ ഒരു ഫില്ലിംഗ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചോ. ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടിയും ഉപ്പും വെള്ളത്തോടെ ചേർത്തിട്ട് നല്ല കട്ടിയിൽ വേണ്ടിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം മാത്രം പൊടി മുക്കിയിട്ട് കനം കുറച്ച് അങ്ങോട്ട് പരത്തിയെടുക്കുക. ഇനി ഇതാ ഇതിന് അത്യാവശ്യം വലുപ്പത്തിൽ വേണട്ടാ ഇതേപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി നമ്മളുടെ ആ ഒരു മോമോസിൻ്റെ ഷേപ്പില്ലേ ഇനി അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഒരു 3-4-5 ഷേപ്പിൽ ഇന്ന് അങ്ങോട്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചാലുണ്ടല്ലോ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വീട്ടിൽ വന്ന് എൻ്റെ തല്ലുമ്പോൾ ആ ഒരു കോലത്തിലാണ് അതൊക്കെ ഇരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഷേപ്പ് വലിയൊരു കുഴപ്പമില്ലാതെ തോന്നിയത് കൊണ്ടാട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി ഇതൊരു ആവിയിൽ ഒരു 15-20 മിനിറ്റ് വെക്കുമ്പോഴേക്കും നമ്മുടെ മോമോസ് ഒക്കെ റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിനെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോളൂ കേട്ടോ. ആവിയിൽ വേവിക്കുമ്പോൾ കുറച്ച് ഹെൽത്ത്